ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മൊണ്ടെ കാർലോസ് മാസ്റ്റേഴ്സ് ടെന്നീസ് ജേതാവായത് ആരാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. 2025 മൊണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് ജേതാവായത് കാർലോസ് അൽക്കരാസ് എന്ന ആളാണ്. കാർലോസ് അൽക്കരാസ്. അടുത്ത ചോദ്യം, ആപ്പ് ഫിഗേഴ്സ് എന്ന അനലിറ്റിക് കമ്പനി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ ഏതാണ് എന്നതാണ്. അതിനുത്തരം ചാറ്റ് GPT. അടുത്ത ചോദ്യം, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആര്? SC രൽഹാൻ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് SC രൽഹാൻ. അടുത്തത്, ഫ്രെഡ് ഡാരിങ്ടൺ മാസ്റ്റേഴ്സ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. അടുത്തത്, ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെ? അതിനുത്തരം ആന്ധ്രാപ്രദേശിൽ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് 50 കിലോമീറ്റർ അകലെ റാംബള്ളിയിലാണ് പുതിയ കേന്ദ്രം വരുന്നത്. ഈ കേന്ദ്രത്തിൻ്റെ പേരാണ് പ്രോജക്റ്റ് വർഷ. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ കന്നഡ കൃതി. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ കന്നഡ കൃതിയുടെ പേര് ഹാർട്ട് ലാമ്പ്. അതെഴുതിയത് ബാനു മുഷ്താഖ് ആണ്. ഹാർട്ട് ലാമ്പ് എഴുതിയത്. അടുത്ത ചോദ്യം, ത്രിതല പഞ്ചായത്തുകളിൽ സ്മാർട്ടിൻ്റെ ഫുൾ ഫോം വായിക്കാം. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമേഴ്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ വന്നത് എന്നാണ് എന്നതാണ് ചോദ്യം. അതിനുത്തരം 2025 ഏപ്രിൽ 10. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരം ആരാണ്? ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരം രോഹൻ ബൊപ്പണ്ണ. ഇത്രയുമാണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ.